ആരാണ് നീ? താഴ്വാരത്തെ പാറയിടുക്കിൽ താമസിക്കുന്ന കുറുക്കനാണ്. താങ്കൾ ആരാണ്? വെളുത്തേടന്റെ കഴുതയാ ഞാൻ. വെളുത്തേടന്റെ കഴുതയോ? താങ്കൾ ഈ രാത്രിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓ, പകലത്തെ ജോലി കുറെ കടുപ്പാ എന്റെ ചങ്ങാതി. അതിന്റെ വിരസത അകറ്റാനേ ഞാൻ രാത്രിയിൽ ഇറങ്ങി നടക്കും. വായ്ക്ക് രുചിയായി വല്ലതും തിന്നുകയും ചെയ്യാലോ. രാത്രിയിൽ താങ്കൾ എവിടുന്നാണ് കഴിക്കാറുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊരു ഇടമില്ല. വഴിവക്കിന്ന് കിട്ടുന്ന പുല്ലു മറ്റൊങ്ങ് കഴിക്കും. ഈ രാത്രിയിൽ ഇറങ്ങി നടന്നിട്ട് പുല്ല് മാത്രമേ തിന്നാൻ കിട്ടിയുള്ളൂ. കഷ്ടം. പിന്നല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? എന്താ ഉള്ളതെന്നോ? ചേട്ടൻ എന്നോടൊപ്പം വാ, ഞാൻ കാട്ടിത്തരാം. വന്നാട്ടെ. ഇനി മുന്നിലേക്കൊന്ന് നോക്കിക്കേ. ദൈവമേ, വെള്ളരിക്ക! ഹായ്! എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ വെള്ളരിക്ക സദ്യ? ഗംഭീരം! ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇത്രയും രുചികരമായ വെള്ളരിക്ക തിന്നിട്ടില്ല. തിന്ന് അധികമായെന്നാ തോന്നുന്നത്. എഴുന്നേൽക്കാൻ പോലും വയ്യ. എടോ കുറുക്ക, തന്നോട് ഇതിനുള്ള നന്ദി പറയാൻ വാക്കുകളില്ല. നോക്ക്, എങ്ങും പൂനിലാവ്. എന്ത് മനോഹരമായ രാത്രി! എനിക്കൊന്ന് ഉറക്കെ പാടാൻ തോന്നുന്നു. ചേട്ടാ, അബദ്ധം ഒന്നും കാണിക്കരുത്. ഇപ്പൊ പാടിയ കാവൽക്കാരുണർന്ന് നമുക്ക് രണ്ടിനും പൊത്തിരെ തല്ലി കിട്ടും. അതുകൊണ്ട് സ്വസ്ഥമായി കിടക്കുന്നതാണ് നല്ലത്. എടാ, കാടനായ നിനക്ക് സംഗീതത്തെക്കുറിച്ച് എന്തറിയാം? ആസ്വാദകരുടെ ചെവിയിൽ സംഗീതം അമൃതായി ചൊരിയുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷെ ചേട്ടാ, താങ്കൾ പാടുകയൊന്നും അല്ല ചെയ്യുന്നത്. ബ്രേ ബ്രേ എന്ന് നിലവിളിക്കുകയാണ്. അത് കേട്ട ആൾക്കാർ വന്ന് നല്ല തല്ല് തരും. വിഡ്ഢി, സംഗീതത്തെക്കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട. സംഗീതം അകന്നിരിക്കുന്ന ആത്മാക്കളെ പോലും അടുപ്പിക്കുമെന്ന് ഓരോരുത്തർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? സംഗീതം ആസ്വദിക്കാനുള്ള ഹൃദയമില്ലാത്തവൻ വെറും കുഷ്മാണ്ഡങ്ങളാണ്. ശരി ശരി, താങ്കൾക്ക് പാടിയേ തീരുന്നുണ്ടെങ്കിൽ പാടിക്കോളൂ. ഞാൻ തോട്ടത്തിന്റെ മൂലയിൽ പോയി നിന്നേക്കാം. ഈ നീലാവും ഈ കുളിർ കാറ്റും ഈ വിടർന്ന കൽപ്പടവുകളും ഓമലേ ആരോമലേ ഒന്നു ചിരിക്കുക ഒരിക്കൽ കൂടി.